എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. UAE ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടുകളിൽ ഒന്നാണ് റാസ് അൽ ഖൈമ ഇന്റർനാഷണൽ എയർപോർട്ട്. ഈ ഒരു എയർപോർട്ടിലേക്ക് നിലവിൽ ജോലി ഒഴിവുകളുണ്ട്. അപ്പോൾ എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്, ആർക്കൊക്കെ അപേക്ഷിക്കാം, എത്രയാണ് സാലറി, എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്, ഈ ഒരു കമ്പനിയിൽ ജോലി നേടാൻ കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റുകൾ കിട്ടും, എങ്ങനെ അപേക്ഷിക്കാം, അങ്ങനെയുള്ള സകല കാര്യങ്ങളും വീഡിയോയിൽ വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക, ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക, ശേഷം ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കുക. നമ്മൾ ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവിനെ കുറിച്ചല്ല ആദ്യം പറയാൻ പോകുന്നത്. ഈ കമ്പനിയിൽ ജോലി നേടാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയായിരിക്കും എന്നതാണ്. ഇവിടെ ആദ്യത്തെ ബെനിഫിറ്റ് പറയേണ്ടത് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് എന്നതാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോലി ലഭിക്കും. ഫ്രീ എംപ്ലോയ്മെൻറ്റ് വിസ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എമിറേറ്റ്സ് ID കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലേബർ കാർഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അക്കോമഡേഷൻ അലവൻസോ കമ്പനി പ്രൊവൈഡ് ചെയ്യും. ഓവർ ടൈം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആനുവൽ ലീവ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു വർഷം നിങ്ങൾ ഈ ഒരു കമ്പനിയിൽ പൂർത്തിയാക്കി കഴിഞ്ഞാൽ 30 ദിവസത്തെ ലീവിന് നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാം. ഇതിന് പുറമെ റിട്ടേൺ ടിക്കറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഈ ഒരു കമ്പനി, ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, ആനുവൽ ലീവ് 30 ദിവസത്തെ ലീവ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ 2 വർഷത്തെ എഗ്രിമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തവർക്കായിരിക്കും മാത്രമേ ഈ ഒരു കമ്പനി റിട്ടേൺ ടിക്കറ്റ്, നാട്ടിൽ നിന്നും തിരിച്ച് UAE റിട്ടേൺ ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ എന്നതാണ് എൻ്റെ അറിവ്. അതിനെപ്പറ്റി വല്ല ധാരണയുള്ളവർ ഈ വീഡിയോ കാണുന്നുവെങ്കിൽ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിക്കോളൂ. അപ്ലൈ ചെയ്യുന്നവർക്ക് അത് ഉപകാരമായിരിക്കും. ഇതിനൊക്കെ പുറമെ ഇൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്, നിങ്ങൾ ഈ ഒരു കമ്പനിയിൽ കരിയർ അവസാനിപ്പിക്കുമ്പോൾ അതിലുള്ള ബെനിഫിറ്റുകൾ കമ്പനി പ്രൊവൈഡ് ചെയ്യും. കൂടാതെ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓവർ ടൈമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തോന്നുന്നു. എന്തായാലും ഓവർ ടൈമും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാടധികം ബെനിഫിറ്റുകൾ റാസ് അൽ ഖൈമ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ജോലി നേടുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്ക് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് പറയാം. അതിലേക്കുള്ള യോഗ്യത, ഏകദേശം സാലറി എത്രയെന്നുള്ളതൊക്കെ ഞാൻ പറയുന്നുണ്ട്. പ്രത്യേകം ഒരു കാര്യം പറയട്ടെ, സാലറി ഏകദേശം സാലറിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. കറക്റ്റ് ഇത്ര സാലറി ലഭിക്കുമെന്നല്ല, അത് ഇൻ്റർവ്യൂ സമയത്ത് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏകദേശം ഒരു സാലറി ഞാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ 4 ജോബ് പൊസിഷനുകളിലേക്കാണ് റാസ് അൽ ഖൈമ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഇതൊരു ഓപ്പൺ വേക്കൻസിയാണ്. ലോകത്തിലെ ഏത് രാജ്യക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഇവിടെ. നമ്മൾ പറയുന്നത് പോലെ തന്നെ ലിംഗവ്യത്യാസമില്ല, റിലീജിയൻ വ്യത്യാസമില്ല, ഒന്നും തന്നെയില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം, ഫ്രീ ആയിട്ട് ജോലി നേടാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്, ആർക്കൊക്കെ അപേക്ഷിക്കാം, സാലറി എത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. റാസ് അൽ ഖൈമ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന പോസ്റ്റിലേക്കാണ്, PRO. ഈ ഒരു പോസ്റ്റിലേക്ക് മിനിമം +2 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. കൂടാതെ HR ഫീൽഡിൽ 2 വർഷത്തെ മിനിമം എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ സ്കില്ലും ഉണ്ടായിരിക്കണം. ഏകദേശം ഇവിടെ സാലറി വരുന്നത് 4000 മുതൽ 10,000 UAE ദിർഹത്തിൻ്റെ ഉള്ളിലായിരിക്കും സാലറി. അതായത് ഏകദേശമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലേക്കായിരിക്കും സാലറി. ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവർക്കുള്ള സാലറി ആയിരിക്കില്ല, ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉണ്ടാവുക. നല്ല വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണെങ്കിലും GCC എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാം. ഏകദേശം ഈ ഒരു പോസ്റ്റിലേക്ക് കമ്പനി നൽകുന്ന സാലറി 4000 UAE ദിർഹം മുതൽ 10,000 UAE ദിർഹം വരെ ആയിരിക്കും. റാസ് അൽ ഖൈമ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ഹെഡ് ഓഫ് ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന പോസ്റ്റിലേക്കാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട യോഗ്യതകൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നതാണ്. കൂടാതെ ട്രാവൽ ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുമ്പോഴുള്ള അസ്വസ്ഥത കാര്യങ്ങളുള്ള വ്യക്തികളാണെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും നന്നായിട്ട് യാത്ര ചെയ്യാൻ കഴിവുള്ള ആളുകളെ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുള്ളൂ. മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മാർക്കറ്റിൽ നന്നായിട്ടുള്ള പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. 7000 UAE ദിർഹം മുതൽ 18,000 UAE ദിർഹം വരെയൊക്കെയാണ് ഇവിടെ സാലറി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക. ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം, ഗൾഫിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇവിടെ അപ്ലൈ ചെയ്യാം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് CNS ATS-EP മാനേജർ എന്ന പോസ്റ്റിലേക്കാണ്. നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമയോ ക്വാളിഫിക്കേഷൻ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസും കമ്പനി ഇവിടെ ചോദിച്ചിട്ടുണ്ട്. കൂടാതെ MS ഓഫീസിൽ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള പരിജ്ഞാനവും ഉണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം. ഇതിനൊക്കെ പുറമെ UAE മീഡിയം ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് പരിഗണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം, ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെ ഇവിടെ പരിഗണിക്കുന്നില്ല. UAEയിൽ ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ജോലിക്കായിട്ട് പരിഗണിക്കുന്നുള്ളൂ.
ഇവിടെ ഏകദേശം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സാലറി 10,000 UAE ദർഹം മുതൽ ഏകദേശം ഒരു 25,000 UAE ദർഹത്തിൻ്റെ ഉള്ളിലായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക. ഞാൻ ഇതൊരു ഏകദേശം കണക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള അവസാനത്തെ വേക്കൻസി സിവിൽ ഡിസൈൻ എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്കാണ്. ഇതൊരു ടെമ്പററി പോസ്റ്റാണ്. ബാച്ചിലർ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ആളുകളെയാണ് ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് പരിഗണിക്കുന്നത്. നിങ്ങൾക്ക് അറബിക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്ലസ് പോയിന്റ് ആയിരിക്കും, ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. സെലക്ഷൻ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് CAD നോളജ് ഉള്ള ആ ഒരു മേഖലയിൽ സർട്ടിഫിക്കേഷൻ ഉള്ള ആളുകളെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. മിനിമം 8 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിലും കൂടാതെ മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് എയർപോർട്ട് അല്ലെങ്കിൽ ഏവിയേഷൻ മേഖലയിലും പ്രൊജക്റ്റിൽ, അതായത് മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഏവിയേഷൻ അല്ലെങ്കിൽ എയർപോർട്ട് പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരെ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് പരിഗണിക്കുന്നുള്ളൂ. AutoCAD, MS Excel എന്നിവയിലുള്ള പരിജ്ഞാനവും ഇവിടെ ആവശ്യമാണ്. 15,000 UAE ദർഹം മുതൽ ഏകദേശം ഒരു 40,000 UAE ദർഹം വരെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ സാലറി ഉണ്ടാവുക. ഇതും ഞാനൊരു ഏകദേശം കണക്കാണ് ഇവിടെ പറയുന്നത്, പക്കാ കണക്കല്ല. ഇൻ്റർവ്യൂ സമയത്തായിരിക്കും സാലറി കാര്യങ്ങളെല്ലാം തന്നെ കൺഫേം ആവുക. അപ്പോൾ എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു, ഏകദേശം സാലറി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ജോലി ഒഴിവുകളും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ള ജോലി ഒഴിവ് ഏതാണോ അതിന് മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ജോലിയെക്കുറിച്ച് ഞാൻ പറഞ്ഞതിന് പുറമേയുള്ള ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അതെല്ലാം വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം താഴെ അപ്ലൈ ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാണും, അവിടെ ക്ലിക്ക് ചെയ്ത് ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യുക. CV അയച്ചു കൊടുക്കുക. CV അയച്ചു കൊടുക്കുമ്പോൾ ATS ഫ്രണ്ട്ലി CV മാത്രം അയച്ചു കൊടുക്കുക. ATS CV നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, നിങ്ങൾക്ക് ATS CV നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ ഈ ഒരു അവസരം പാഴാക്കരുത്. ഇന്റർനാഷണൽ എയർപോർട്ടായിട്ടുള്ള റാസൽ ഖൈമ എയർപോർട്ടിൽ നിങ്ങൾക്ക് ജോലി നേടാൻ കഴിയും.